ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടുക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് എടുത്തിട്ടുണ്ടേ. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ കടുകിനെ ആവശ്യമുള്ള കടുക് എടുത്തിട്ട് നമുക്ക് ഇടികല്ലിലിട്ടൊന്ന് ഡിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇടികല്ലിൽ ഉണക്കിയ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. ഇടികല്ലിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. സ്പൂണിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്പൂണോളം ആദ്യം ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടികല്ലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒറ്റ സ്പൂണാണ് കേട്ടോ, അത്യാവശ്യം വലിയൊരു സ്പൂണാണ്. ഇനി നിങ്ങൾക്ക് 2-3 സ്പൂണൊക്കെ വേണമെങ്കിലും പൊടിച്ച് വയ്ക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള കറികളിലൊക്കെ എടുക്കുകയും ചെയ്യാം, ഇങ്ങനെയുള്ള ടിപ്സിനൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇടികല്ലിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇടികല്ലിൽ തെറിച്ച് പോകാതിരിക്കാനുള്ള ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ പൊടിക്കുമ്പോൾ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഓരോരോ ടിപ്സിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുറച്ച് മതി കേട്ടോ, ഒരു സ്പൂൺ നിറച്ച് വേണ്ട, കുറച്ച് ക്വാണ്ടിറ്റിയിൽ കടുക് ചതച്ചത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞല്ല കേട്ടോ, നല്ല രീതിയിൽ ചതച്ചതാണെന്നേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇത് എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതെടുത്തിട്ട് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കടുകിനകത്തോട്ടാണ് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഉപ്പാണേ. ഉപ്പ് ഒരു അല്പം മാത്രം മതി, ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട. ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരല്പം ഗ്രീൻ ചില്ലി ആകുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് കടുകും ഉപ്പും കൂടിയൊക്കെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പല്ലിശല്യം എന്ന് പറയുന്ന എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലോട്ട് പച്ചവെള്ളം അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ടൊരു സ്പ്രേ ബോട്ടിലോ സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് പല്ലികൾ മാറിക്കിട്ടും. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ പാത്രത്തിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലോ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുക്കേണ്ടത് കടുകാണ്. നമ്മൾ ചതച്ച് വെച്ച കടുക് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട ഐറ്റംസിന് മുമ്പ് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം മഞ്ഞൾപ്പൊടിയും കടുകും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നിങ്ങൾ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് കടുക് മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന പെയിൻ ഓയിൽമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പെയിനോ അല്ലെങ്കിൽ കാലുവേനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് പെയിൻ ഓയിൽമെൻറ്റ്സ്. അപ്പോൾ ഇത് എൻ്റെത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊന്നും ഇങ്ങനെ കളയരുത് കേട്ടോ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ കളർ കണ്ടോ, ആ പെയിൻ ഓയിൽമെൻറ്റോട് ചേർത്തപ്പോൾ മഞ്ഞ കളറും നമ്മുടെ കടുകിൻ്റെ കളറൊക്കെ കൂടി മിക്സായി കഴിഞ്ഞപ്പോൾ വേറൊരു കളറായി വന്നിരിക്കുന്നത് അല്ലേ. ഇനി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പേപ്പർ കഷ്ണം ഇടുക, ന്യൂസ് പേപ്പർ, ഒരു കുഞ്ഞു പേപ്പർ കഷ്ണം ഇട്ടാൽ മതി. അതിൻ്റെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇതിൻ്റെ പുറമെ ഇങ്ങനെ തേച്ചങ്ങ് ഒന്ന് പിടിപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത് പല്ലികൾ കഴിക്കുകയും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് വെച്ച് കടുക് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കേട്ടോ. പല്ലിയാലും എലിയാലും പാറ്റയാലും കൊതുകായാലും എല്ലാം ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒത്തിരി ടിപ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്, ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാളംപുളിയാണേ. അപ്പോൾ വാളംപുളി ഞാനിങ്ങനെ ലൂസ് മേടിച്ച് വെച്ചത് കവറിൽ ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കഷ്ണം ഉണ്ട പോലത്തെ ചെറിയ കുരുവൊക്കെ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് കിട്ടിയെന്ന്. പക്ഷേ ഇടയ്ക്കൊരു തൊണ്ടോ ചെറിയൊരു കുരുവൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ പുളി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഉടച്ചെടുക്കണം. കാരണം ഇതിൻ്റെ ബാലൻസ് വരുന്ന വേസ്റ്റ് പോലുള്ളത് നമുക്ക് മാറ്റണം. ഇതിൻ്റെ നീര് മതി ശരിക്കും, ആ പുളിമയം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ എടുക്കേണ്ടതാണ്. നമ്മുടെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന
പുളിയിൽ നിന്ന് ഇത്രയും എന്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ പുളിയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഞാൻ എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യാറുള്ളൂ. അടുത്തായിട്ട് കടുക് ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് വിനെഗറാണ്. ഒരു അടപ്പ് വിനെഗർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ക്വാണ്ടിറ്റിയൊന്നും വേണ്ട. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ നല്ല ടൈറ്റ് ഉണ്ട്, അല്ല കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുന്നൊരു പരുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും സ്പ്രേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പല്ലിയെ പാറ്റിയെ എന്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടായാലും സ്പ്രേ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അങ്ങനെ എടുത്താൽ നല്ല ഗുണം ഉണ്ടാവും. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് അരിച്ചിട്ടാണ് കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റേണ്ടത്. അടുത്ത ടിപ്പിലേക്ക് പോവുകയാണ്. 4ാമത്തെ ടിപ്പാണ്. അപ്പോൾ അതിനകത്തിട്ട് ഒരു 1/2 സ്പൂണോളം ചതച്ച എന്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കടുക് എടുക്കുമ്പോൾ ശരിക്കും നല്ല ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ പൊടിച്ച് വരുമ്പോൾ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ബാക്കി ഇതിനകത്തൊരു അല്പം കൂടി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ നമുക്ക് വേറെ ടിപ്പിനും കൂടി എടുക്കണം. ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനതൊരു പാത്രത്തിലോട്ട് കുറച്ചുണ്ടായിരുന്നു മാറ്റിയതാണ് കേട്ടോ. ഇടിയലിൽ ഉണ്ടായിരുന്നത് കുറച്ച് ഒരു ടിപ്പ് കൂടി ചെയ്യാനുള്ളതുണ്ട്, അത് മാറ്റിയതാണ്. 2 ഏലക്ക ഇതിനകത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ 2 ഏലക്കയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ആ ഏലക്കയുടെ കുരു ഒന്ന് ജസ്റ്റ് പൊടിഞ്ഞ് കിട്ടിയാലും മതി കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഹാർപ്പിക്കാണ് കേട്ടോ. ഒരല്പം ഹാർപ്പിക്ക് മതി, ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. ഒരല്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വേണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു മിക്സ് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പല്ലുകളെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് നന്നായി മിക്സ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മളിത് 2 ദിവസത്തിൽ കൂടുതലൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കരുതും കേട്ടോ. നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം. 5ാമത്തെ ടിപ്പാണ്. 5ാമത്തെ ടിപ്പിനായിട്ട് ഇത് തേയിലയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ തേയില എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് നമ്മുടെ സാധാരണ തേയിലയാണ് കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കണ തേയിലയാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിച്ചം ഉണ്ടായിരുന്ന കടുകും കൂടി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിനൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ ഫെവിക്കോളിൻ്റെ ഒരു ചെറിയ ബോട്ടിലാട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നീഡിൽ കൂടി കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ. ഞാനിതേ തുറന്നിട്ടാണ് കേട്ടോ ഇതിനകത്തോട്ട് ഒഴിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി എവിടെയാണോ നമുക്ക് പല്ലിശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ വിതറി കൊടുക്കുമ്പോൾ ഇത് പല്ലുകൾ കഴിക്കുകയോ പല്ലുകൾ ചത്തുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് 5 ടിപ്സുകളാണ് കേട്ടോ പല്ലിയെ തുരത്താനുള്ള. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഇതേപോലെ വിതറി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.